അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. വിവിധ പരിപാടികളിലൂടെ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്ത് അണപൊട്ടി ഒഴുകുന്ന ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഏതെങ്കിലും നിലക്ക് ഹബീബിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നത് ഈ സമയത്ത് ഒരു മുഅ്മിനിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് ഒഴിച്ചുകൂടാനാവാത്ത. കഴിഞ്ഞ കൊല്ലത്തിൻ്റെ മുമ്പത്തെ കൊല്ലമൊക്കെ നമ്മൾ റബീഉൽ മാസം വന്ന ശേഷം അവിടുത്തെ ചരിത്രം, അവിടുത്തെ ജന്മവും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഒരു നിലക്ക് വിശാലമായി തന്നെ നാം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. 2 വർഷങ്ങളിലായിട്ട് നാം അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൊല്ലത്തെ പരിശുദ്ധ റമദാൻ മാസം സമാഗതമായ സമയത്ത് എല്ലാ ദിവസവും ഇല്ലെങ്കിലും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുനാവുകളിലൂടെ നമ്മിലേക്ക് അല്ലാഹു റസൂൽ പറഞ്ഞു തന്ന ഏതാനും ഹദീസുകൾ, 1-2 ഹദീസുകൾ ഓരോ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കം മുതൽ റബീഉൽ അവ്വൽ മാസം 1 ഇന്ന് വെള്ളിയാഴ്ച 1 ആണ്. തുടക്കം എന്നുള്ള നിലക്ക് ഒരു ചെറിയൊരു ഹദീസ് മാത്രം ഇന്ന് ഞങ്ങൾ ശ്രദ്ധപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ഒഴിവിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അർബഉൻ ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യുദ്ഖിലുഹുൽ ജന്ന. 4 ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ കടത്തുകയില്ല എന്ന് അവന്റെ മേൽ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു. 4 പേര് ഹഖ്ഖുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ബാധ്യതയായിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. അല്ലാ യുദ്ഖിലുഹുൽ ജന്ന, അവരെ സ്വർഗ്ഗത്തിൽ കടത്താതിരിക്കൽ അല്ലാഹുവിന്റെ മേൽ ബാധ്യതയാണ്, കടപ്പെട്ടതാണ്. അവരെ സ്വർഗ്ഗത്തിൽ കടത്തുകയില്ലെന്ന് അല്ലാഹു തആല നമ്മോട് വാഗ്ദാനം ചെയ്തതാണ്. ഏതാ 4 വ്യക്തി? 1 മുദ്മിനു ഖംറിൻ, പതിവായി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ, കള്ളുകുടി പതിവാക്കിയ മനുഷ്യൻ. കള്ള് എന്ന് മാത്രമല്ല, ലഹരിയിൽപ്പെട്ട ഏത് വസ്തുവാണെങ്കിലും. ഇന്ന് ലഹരി പല വിധത്തിലും പല പേരുകളിലും പല നിലക്കും ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ജനങ്ങൾ പൊതുവിൽ, മുസ്ലിം സമൂഹം കൂടുതൽ അതിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലവുമാണ്. ലഹരി കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും നമ്മൾ കാണുന്നത് മുസ്ലിങ്ങളെയാണ്. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു സംഗതിയാണത്. കാരണം കള്ള് അതുപോലത്തെ വസ്തുക്കൾ, ലഹരി വസ്തുക്കൾ ഇസ്ലാമിനോളം വെറുക്കുകയും അതിനെ എതിരെ പടവെട്ടുകയും ചെയ്ത മറ്റൊരു മതവും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഇസ്ലാമിൻ്റെ അനുയായികൾ തന്നെ അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടവും വിഷവുമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. മിഫ്താഹു കുല്ലി ശൈഇൻ, എല്ലാ നാശത്തിൻ്റെയും താക്കോലാണെന്നാണ് ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞത്. മാത്രമല്ല, അത് മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലാതെയാക്കുകയും അവന്റെ ധനത്തിനെ നശിപ്പിക്കുകയും ചെയ്യും. എത്ര മുതലാളിയാണെങ്കിലും അവൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പതുക്കെ അവന്റെ ധനം പോകുന്നത് കാണാം. എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല. അവസാനം അവൻ ദരിദ്രനായിട്ട് വളരെ വിഷമിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നമ്മിൽ പല ആളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പല അനുഭവങ്ങളും നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യും. വളരെയധികം സമൂഹത്തെ നശിപ്പിച്ചു കളയുന്ന വലിയൊരു വിപത്താണ്. കേരളത്തിൽ ലഹരിക്കെതിരെ തൂഫാൻ ഓപ്പറേഷൻ എന്ന പേരിൽ ആഭ്യന്തരമന്ത്രി രംഗത്തിറങ്ങി പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവര് വെറും മയക്കുമരുന്ന് പോലത്തതിനെയാണ് അവർ എതിർക്കുന്നത്. മദ്യം ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിൽക്കുകയും വിപണനം നടത്തുകയും അത് കുടിക്കുകയും അതിന് അനുവാദം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാം അങ്ങനെയല്ല. മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ഏത് വിധത്തിലുള്ള ലഹരിയും, അത് കള്ളാവട്ടെ, മദ്യമാവട്ടെ, അല്ലാത്താവട്ടെ,
ഏതായാലും MDM ആവട്ടെ ഏതും പരിശുദ്ധ ഇസ്ലാം വളരെ കൃഷ്ണമായി വിരോധിച്ചതാണ്. അപ്പൊ കള്ളു കുടിക്കുന്ന അത്രയും ആളുകളെ അള്ളാഹുത്തല സ്വർഗത്തിൽ കടത്തുകയില്ലെന്ന് അള്ളാഹുത്തല ബാധ്യതയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ വാക്കിൽ റിബ, പലിശ ഭക്ഷിക്കുന്നവനാണ്. വളരെയധികം മോശപ്പെട്ട ഒരു സംഗതിയാണല്ലോ പലിശ എന്ന്. നാം കടം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വാങ്ങുമ്പോഴോ പലിശയുമായി ബന്ധപ്പെട്ടാൽ അത് വലിയ കുറ്റമാണ്. പലിശ കൊടുക്കാനും വാങ്ങാനും പാടില്ല. പലിശക്ക് വേണ്ടി സാക്ഷി നിൽക്കാനും പാടില്ല. പലിശക്ക് വേണ്ടി എഴുതാനും പാടില്ല. ക്ലർക്കിന്റെ പണിയെടുക്കാനും പാടില്ല. അതുമായി ബന്ധപ്പെട്ട 10 പേര്, പലിശയുമായി ബന്ധപ്പെട്ട 10ഓളം ആളുകളെ അല്ലാഹു റസൂൽ ശപിച്ചതായിട്ട് ഹദീസിൽ കാണാം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് യതീമിന്റെ ധനം ഹക്ക് കൂടാതെ ഭക്ഷിക്കുക. യതീം എന്നത് വളരെ ആദരിക്കപ്പെടേണ്ട വിഭാഗമാണ്. വിശദമായ ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഏത് മനുഷ്യന്റെ ധനം അപഹരിച്ചാലും അത് വൻകുറ്റം തന്നെയാണ്. വളരെയധികം കഠിനമായ ശിക്ഷ അല്ലാഹു തആല അതിനേക്ക് നൽകുകയും ചെയ്യും. അക്രമപരമായിട്ട് ഒരു ചാൺ ഭൂമി അവനെടുത്താൽ 7 ഭൂമിയിൽ നിന്ന് അതിനെ എടുത്തിട്ട് അവന്റെ കഴുത്തിൽ മാല അണിയിക്കപ്പെടുമെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് ഗൗരവമുള്ളതും വളരെയധികം കുറ്റകരവുമാണ് യതീമിന്റെ ധനം അപഹരിക്കുക എന്നത്. അത് ഭക്ഷിച്ചാലും ശരി, കരിച്ചാലും ശരി, വേറെ ഏതിലൊക്കെ അപഹരിച്ചാലും ശരി, അതിൽപ്പെടും. 4-ാമത്തെ വ്യക്തി വഅഖുൽ വാലിദൈഹി, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവരാണ്. ഹുഖൂഖുൽ വാലിദൈനി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ വെറുപ്പിക്കലല്ല. വെറുപ്പിക്കൽ മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന്റെ വിരുദ്ധമല്ലാത്ത ഏത് കാര്യങ്ങൾ അവർ കൽപ്പിച്ചാലും ആ കൽപ്പന നമ്മൾ ശിരസ വഹിക്കേണ്ടതുണ്ട്. ആ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചാൽ അത് ഹുഖൂഖുൽ വാലിദൈനിയാവും, മാതാപിതാക്കളെ അക്കച്ചിയലാവും, അദബുകേട് കാണിക്കലാവും. അവരെ പറഞ്ഞ താക്കീതിൽ ഉൾപ്പെട്ടവനാവുകയും ചെയ്യും. ഇനി അവരൊക്കെ നിർദ്ദേശിക്കുന്നൊരു കാര്യം ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിന് തൃപ്തിയില്ല എങ്കിൽ അതിൻ്റെ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ആ ആവശ്യത്തിൽ നിന്ന് അത് ചെയ്യണമെന്നുള്ള അവരുടെ ആവശ്യത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിനെതിരെ പ്രവർത്തിക്കുകയല്ല. ഇസ്ലാം വിലക്കാത്ത അള്ളാഹുത്തലാക്ക് എതിരായ കാര്യങ്ങൾ അനുസരിക്കേണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ഏത് കാര്യങ്ങളിലും മാതാപിതാക്കളെ നാം അനുസരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് ഹുഖൂഖുൽ വാലിദൈനിൽ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ 4 വ്യക്തികൾ, കള്ളുകുടിക്കുന്ന ആള്, മദ്യം ലഹരി ഉപയോഗിക്കുന്നവൻ, പലിശ ഭക്ഷിക്കുന്നവൻ, യതീമിന്റെ ധനം അപഹരിക്കുന്നവൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നവൻ, ഈ 4 വിഭാഗം അവരെ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ള കാര്യം അല്ലാഹു തആല കടമയായും ബാധ്യതയായും ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ഹദീസിലുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.